വെൽക്കം ടു യാനിസ്റ്റ. ക്രോഷറ്റ് ബിസിനസ് സീരീസിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ക്രോഷറ്റ് ബിസിനസ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് ക്രോഷറ്റ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. ക്രോഷറ്റ് ബിസിനസ് ക്രോഷറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട പാക്കിംഗ് സപ്ലൈസും നമുക്ക് ഓപ്ഷണൽ ആയിട്ട് വേണ്ട പാക്കിംഗ് സപ്ലൈസും ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രൊഡക്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങി ഓർഡേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ നമുക്ക് ഓർഡേഴ്സ് എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ മേടിച്ച് വെക്കേണ്ട സാധനമാണ് പാക്കിംഗ് സപ്ലൈസ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ കൊറിയർ ബാഗ്സ് ആണ്. നമ്മൾ ബോക്സസിലല്ല അയക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് അയക്കാനുള്ളതെങ്കിൽ നമുക്ക് ഈ കൊറിയർ ബാഗ്സ് മതിയാവും. ഇത് ശരിക്കും പ്ലാസ്റ്റിക് പോലെയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ഇത് ബൾക്കായിട്ട് മേടിക്കാൻ കിട്ടും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 20 പീസസോ 50 പീസസോ ഒക്കെ വാങ്ങാം. ഇത് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് സൈസ് അനുസരിച്ച് അതിൽ നോക്കിയിട്ട് വേണം ഇത് വാങ്ങാൻ, അല്ലാതെ പ്രൈസ് കുറവുള്ളത് നോക്കിയിട്ടല്ല വാങ്ങേണ്ടത്. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരും. പ്രൈസ് കുറയുമ്പോൾ സൈസും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഏകദേശം എത്ര സൈസ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. സീൽ ബാഗ്സ് ആണ്. ഈ സീൽ ബാഗ്സ് നമ്മൾ കൊറിയർ ബാഗിൻ്റെ ഉള്ളിൽ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് കൊറിയർ ബാഗിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അൺപ്രൊഫഷണൽ ആവും. നമ്മൾ പോകുന്ന വഴിക്ക് കൊറിയർ പോകുന്ന വഴിക്ക് ഈ ബാഗ്സ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് പുറത്തേക്ക് വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പാക്കിംഗ് കവറോ അല്ലെങ്കിൽ സീൽ ബാഗിലോ വെച്ച് പാക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ കൊറിയർ ബാഗിൽ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സസിൽ ഇട്ടിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൊറിയർ ബാഗിലിട്ടും അയക്കാം. കുഞ്ഞു പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ പറ്റും. ഇനി വലിയ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ചെറിയ കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ ചെറിയ കൊറിയർ ബാഗോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വലിയ പ്രോഡക്ട്സിന് വേണ്ടി നമുക്ക് ഇതേപോലെ വലിയ കാർട്ടൂൺ ബോക്സസ് ആണ് ഏറ്റവും നല്ലത്. കാർട്ടൂൺ ബോക്സസ് നമ്മൾ നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ലേബലിംഗ് ചെയ്തിട്ട് അഡ്രസ്സ് ലേബൽ ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വലിയ കൊറിയർ ബാഗിലും അയക്കാൻ പറ്റും. അങ്ങനെ അയക്കുന്ന സമയത്ത് ഉള്ളിൽ നമ്മൾ സെപ്പറേറ്റ് പാക്കിംഗ് ചെയ്തിരിക്കണം. വലിയ കേടുപാടുകളൊന്നും വരാനില്ലാത്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ്ലാങ്കറ്റ്സ് പോലെയുള്ള ഐറ്റംസ്, അതൊക്കെ നമുക്ക് കൊറിയർ ബാഗിൽ അയക്കാം. അല്ലാത്തതിനും കാർട്ടൂൺ ബോക്സസ് ആവശ്യം വരും. ഇത് ബട്ടർ പേപ്പറാണ്. ഇനിയിപ്പം നമ്മൾ ബോക്സസിലൊക്കെയാണ് അയക്കുന്നതെങ്കിൽ തന്നെ ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യണം. എക്സ്ട്രാ സേഫ്റ്റിക്കും നീറ്റ്നെസ്സിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒതുങ്ങിയിരിക്കും. അതേപോലെ കസ്റ്റമർ പാക്കേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ആ ഒരു റാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കും. ഇനിയിപ്പോൾ വലിയ കാർട്ടൂൺ ബോക്സസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് അതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് അതിൽ വെക്കാം. അപ്പോഴും നല്ല നീറ്റായിട്ട് പ്രൊഡക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതൊക്കെ ബോക്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. വേറൊരു ഓപ്ഷനാണ് ഇതേപോലത്തെ ബബിൾ റാപ്സ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ബട്ടർ പേപ്പർ പോലെ ഇനി കുറച്ചുകൂടി സേഫ്റ്റി ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ബബിൾ റാപ്സ് ബട്ടർ പേപ്പറിന് പകരം യൂസ് ചെയ്യാം. അതായത് ചതുങ്ങി പോവാനോ പൊട്ടിപ്പോവാനോ ഒക്കെ ചാൻസ് ഉള്ള എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബബിൾ റാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇതേപോലത്തെ പേപ്പർ മെഷ് വരുന്നത്. ഇതിൻ്റെ പേര് ഹണികോം പേപ്പർ എന്നാണ്. ഇത് ബട്ടർ പേപ്പറിനോ അല്ലെങ്കിൽ ബബിൾ റാപ്പിനോ ഒക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന, സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിനൊന്നും വലിയ പ്രൈസ് റേഞ്ചും വരുന്നില്ല. ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. അതായത് കാർട്ടൂൺ ബോക്സിലാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൊറിയർ ബാഗ് സിസ്റ്റം ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. കൊറിയർ ബാഗിലാണെങ്കിൽ എക്സ്ട്രാ പ്ലാസ്റ്റിക് ബാഗ് പാക്കിങ്ങിന് വാങ്ങണം. കാർട്ടൂൺ ബോക്സസിലാണെങ്കിൽ ബട്ടർ പേപ്പറോ ബബിൾ റാപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ഹണികോം പേപ്പറോ വാങ്ങണം. ഇനിയുള്ളത് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിലൊന്നാമത്തതാണ് താങ്ക് യു കാർഡ്സ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യിക്കാം. ഇതേപോലെ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിയ കസ്റ്റമേഴ്സിന് താങ്ക്സ് പറയുന്ന പോലെ ആ ഒരു കാർഡ് തന്നെ നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ സ്കാനിങ്ങിൻ്റെ QR കോഡോ അല്ലെങ്കിൽ അതിൻ്റെ IDസോ ലിങ്ക്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും.
ഇനി നമുക്കതില്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള താങ്ക് യു കാർഡ്സും ചെയ്യാം. പ്രിൻറ്റ് ചെയ്യാണ്ട് അതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതേപോലെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡീസൊക്കെ എഴുതി വെക്കാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ്, യൂട്യൂബ് ഐ ഡി ഇതാണെന്നൊക്കെ എഴുതി വെക്കാം. ജസ്റ്റ് ക്രിയേറ്റീവായിട്ട് ഇതേപോലെ താങ്ക് യു കാർഡ്സ് വെക്കുമ്പോൾ കസ്റ്റമറിന് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് സ്റ്റിക്കേഴ്സ്, കസ്റ്റമൈസ്ഡ് സ്റ്റിക്കേഴ്സ്. ഇതും ഓപ്ഷണലാണ്. സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോയോ അതേപോലെ തന്നെ ബാക്കി സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പം നമ്മൾ ഈ ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് സെല്ലോ ടാപ്പിന് പകരം ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പാക്കേജിൻ്റെ പുറത്തും ഇതേപോലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്കൊരു ആഡ് പോലെ പറ്റും. അതേപോലെയുള്ള വേറൊരു ഐറ്റമാണ് ഇതേപോലെ കസ്റ്റമൈസ്ഡ് ടേപ്സ് വരുന്നത്. ഇത് പാക്കേജിങ് ടേപ്സ് ആണ്. ഇതിലും നമുക്ക് ഇതേപോലെ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി വലിയ തോതിൽ ബിസിനസ്സിനെ കാണുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഓപ്ഷൻസാണ് ഇതേപോലത്തെ കസ്റ്റമൈസ്ഡ് സ്റ്റിക്കേഴ്സും കസ്റ്റമൈസ്ഡ് ടേപ്പും അതേപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിങ് വരുന്ന താങ്ക് യു കാർഡ്സും ഒക്കെ. അതേപോലെ വേറൊരു ഓപ്ഷനാണ് നമുക്ക് ഫ്രാഗൈൽ ടേപ്സ് ഒട്ടിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പ്രൊഡക്ട്സിന് എന്തെങ്കിലും കേടുപാട് വരുന്ന ടെൻഷനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതേപോലത്തത് ഫ്രാഗൈൽ ടേപ്സ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാകും. ഫ്രാഗൈൽ ടേപ്പ് എന്ന് അടിച്ചാൽ മതി. അത് വാങ്ങിയിട്ട് അത് നമ്മുടെ പ്രൊഡക്റ്റ് പാക്കേജിൻ്റെ പുറത്താണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ കൊറിയർ ചെയ്യുമ്പോഴും അതേപോലെ പോസ്റ്റൽ ചെയ്യുമ്പോഴും അവരത് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ അതിന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽ ആയിട്ടുള്ളതും ഓപ്ഷണൽ ആയിട്ടുള്ള പാക്കിംഗ് സപ്ലൈസ്. പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും പാക്കിംഗ് സപ്ലൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക്